ഇതൊരു പക്ഷേ AI ജനറേറ്റഡ് ആണെങ്കിലോ? നമ്മുടെ AI മേഖല ഇത്രയൊക്കെ വളർന്നോ? എനിവേ, വീടിന് സൈഡിലുള്ള ചെതിലരിച്ച ജനലും അതിൻ്റെ ഉള്ളിലൂടെ കണ്ട കാഴ്ചകളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? യെസ് സർ, ഞാൻ കാണിച്ചു തരാം. എന്നാ വാ. ജനല് തന്നെയാണ് സാർ, പക്ഷെ ഇത് മാറ്റി വെച്ചതാണ്. It was his illusion, not reality. എന്നെപ്പോലെ ചാരിറ്റി ജീവിത ലക്ഷ്യമാക്കിയവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ചിലർക്കൊരാരമാണ്. പേരും പ്രശസ്തിയും നേടാനുള്ള ഒരു ഷോർട്ട് കട്ട്. ബട്ട് യു ആർ ഗോയിങ് ടു റിഗ്രറ്റ് ദിസ്. No, never. Baby, Vicky. ഞങ്ങള് ജമീന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ആ ഒരുപെട്ടോളെ കാര്യം ഞങ്ങളോട് പറയണ്ട. ജമി അപ്പൊ നിങ്ങളെ കൂടെ അല്ലേ താമസം? ആണോന്ന് വെച്ചാണ്. ഓൾ എപ്പോഴെങ്കിലും കുറച്ച് ദിവസം അവിടെ നിൽക്കും, പിന്നെ ഒരു പോക്കാട് പോകും, പിന്നെ 8-10 മാസം കഴിഞ്ഞിട്ട് അയക്കാരം വരിക. ഇപ്പൊ എവിടെയാ താമസം എന്നുള്ള അറിയോ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അറിയും വേണ്ട. ഓളായി ഓളെ പാടായി. ഉമ്മ, നിങ്ങൾ നോക്ക്, എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. ഞങ്ങൾ പരാതി കൊടുക്കാനൊന്നുമില്ല മക്കളെ. ഓള് മയ്യത്തായാലും വേണ്ടില്ല, എന്നാ ഓളെ കൊണ്ടുള്ള ചീത്തപ്പേരില്ലാതെ അവളോട്. എന്താ ഉദ്ദേശം? ഞങ്ങള് ജമീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതായിരുന്നു. ഓ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വന്ന വഴിക്ക് പോവാം. നന്ദി കേട്ടവൾ. അവൾക്ക് ഈ പണവും 10 ദിവസമൊക്കെ ഉണ്ടാവാൻ കാരണേ ഈ ഞാനാ. ആളായപ്പോ അവൾക്ക് എന്നെ വേണ്ടതായി. ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഒരിത്തിരി സമാധാനം കിട്ടാനാണ് ഇങ്ങോട്ട്. ബാബുക്ക, ജമി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടതാണ്. കൊല്ലപ്പെട്ടെന്നോ? നിങ്ങളൊന്ന് പോണുണ്ടോ? അരമണിക്കൂർ മുന്നേ ഓളെ പുതിയ വീഡിയോ ഞാൻ കണ്ടതാ. അത് നേരത്തെ റെക്കോർഡ് ചെയ്തതായിക്കൂടെ? അല്ലെങ്കിൽ AI വീഡിയോ ആയിരിക്കും. നിങ്ങളെ കയ്യിൽ ഫോണില്ലേ? വല്ല ഫോട്ടോയോ വീഡിയോ പറ്റും? ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അടുത്ത ദിവസം നോക്കുമ്പോൾ എല്ലാ ഫയൽസും ഡിലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ അസംബന്ധാണ് ഈ പറയണേ? ജോൺ പറയണ സത്യാണ്. എങ്ങനെയാണ് ജമി കൊല്ലപ്പെട്ടത് കാണുന്നത്? പറയാം. വളരെ യാദൃശ്ചികമായാണ് ഞാനും ജിമ്മിയും പരിചയപ്പെട്ടത്. ഒരു വെഡ്ഡിങ് ഈവന്റിന് ഞാനെടുത്ത ഫോട്ടോകളിൽ ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചോദിച്ചു. നമ്പർ തന്നു. എന്നെ മനസ്സിലായോ? ഇല്ല. ആരാ?
ഏയ് അത് വെറുതെ എന്നെ ഫുള്ളാക്കിയതല്ലേ. മനസ്സിലാക്കണം എന്താ അത്ര നിർബന്ധം? വലിയ സിനിമ നടിയൊന്നും അല്ലല്ലോ. എന്തായാലും ആയിരിക്കും. മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വെറുതെ പറയാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അയച്ച ഫോട്ടോസിലും വീഡിയോസിലും കുറെ എഡിറ്റിംഗ് വർക്കുകൾ ഉണ്ട്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. എത്ര ലൈക്കും കമന്റും കിട്ടിയെന്നറിയോ? ശരിക്കും ഞാൻ ത്രില്ലടിച്ചു പോയി. താങ്ക്സ്. എന്റെ ഈ ഫോണിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തരുമോ? വെറുതെ എടുത്ത് തന്നാ മതിയോ? എഡിറ്റിംഗ് ഒന്നും വേണ്ടേ? അതിനൊക്കെ കുറെ ക്യാഷ് ആവില്ലേ? കാശൊക്കെ ഈ ഉണ്ടായിട്ട് തന്നാ മതി. പിന്നീട് അവൾ എൻ്റെ കൂടെയായി താമസം. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അല്ലതിരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാനരുൾ ചെയ്ത വേദാംബ ആലമുടയോന്റെ ഏകലരുളാലേ. ആയ മുഹമ്മദ് വർക്കിളയാണോ? അതിനുശേഷം അവൾ ഇവിടെ താമസിച്ചിട്ടില്ല. ഒക്കെ തിരക്ക് കൂടി. പഴയതുപോലെ അവളെ കണ്ണുകളിൽ എന്നോടുള്ള ആരാധന ഇല്ലെങ്കിലും ഒക്കെ ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. മാസത്തിൽ ഒരിക്കലും ഒരു തുക ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ വരാറുണ്ട്. കേട്ടെടുത്തോളം ജമിയുടെ കഥ ഒരു മിസ്റ്ററിയാണ്. ബാബുക്ക് പോലീസിലൊരു പരാതി കൊടുത്തു.